ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് കുറേ പേര് ചോദിച്ചു തൊടുപുഴയിലെ സമ്മർ ഫെസ്റ്റ്, ഈ നയാഗ്ര വെള്ളച്ചാട്ടവും മത്സ്യകന്യകയൊക്കെ ഉള്ള സെറ്റപ്പ് കാണാൻ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണാൻ മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു എൻട്രൻസ് ആണ്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അത് കഴിയുമ്പോഴത്തേക്കും സ്നോ വേൾഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ വെച്ചേക്കോ. ഇവർ അനങ്ങൊന്നുമില്ല, സൗണ്ടൊന്നും ഉണ്ടാക്കില്ല, ഇവർ ജസ്റ്റ് ആനിമൽസിനെ കുറച്ച് വെച്ചിട്ടുള്ളൂ. കുഞ്ഞു പിള്ളേർക്കൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവുമായിരിക്കും. ഇത് അനങ്ങും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെന്ന് എനിക്ക് തോന്നി, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേനെ. ഇത് ഇവർ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവട്ടെ. ഞാൻ എൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കൂടെ പോയത്, അവർക്കൊക്കെ അത്ര ഇഷ്ടമൊന്നും ആയില്ല. എന്തിനാണ് 100 രൂപയാട്ടോ ഫീസ്, 100 രൂപ ഒരാൾക്ക് ഫീസ് കൊടുത്തിട്ട് എന്തിനാണ് വന്നതെന്ന് അവരെന്നോട് ചോദിച്ചു. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാവും, കാരണം അവിടെ കുറേ റൈഡുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ മുമ്പോട്ടേക്ക് ഈ സ്നോ വേൾഡ് കണ്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണുന്നതാണ് നമ്മുടെ മത്സ്യകന്യക. അവർ കൊള്ളാട്ടോ, അടിപൊളി. 2 പേരുണ്ട് വാട്ടറിനകത്ത്. അവരിങ്ങനെ നമ്മളെ കുട്ടികളെയൊക്കെ ചിരിപ്പിക്കും, അവരുടെ അടുത്ത് എന്തൊക്കെയോ കാണിക്കും, മോളിൽ പോയി പിന്നെ ശ്വാസം എടുക്കും, തിരിച്ചു വരും. അയ്യോടാ, കാണുമ്പം നമുക്കൊരു ആകാംക്ഷയാണ്, സങ്കടമാണോ സന്തോഷമാണോ, അവർ കാണിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്തൊക്കെയോ തോന്നുന്നു. അവരിങ്ങനെ വെള്ളത്തിനകത്ത് കിടക്കണം കാണുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടാണ് ഇവരിതൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ പുറത്ത് ഫോട്ടോസിൽ ഫിഷൊക്കെ ഉണ്ടെന്ന് എഴുതി, ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം നമ്മളോർത്ത് അകത്ത് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മൾ മറ്റേ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ്. അവിടെയാണ് നിറയെ ആൾക്കാർ, ഈ ചെല്ലുന്ന സകലമാന ആൾക്കാരും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൂടി നിൽക്കുമായിരുന്നു, പ്രത്യേകിച്ച് പിള്ളേർ. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഇത് കണ്ടിട്ട്. ഞാൻ വീഡിയോ എടുത്തത് ഇച്ചിരി തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ ഷോർട്സ് കണ്ടാൽ മതി. ഞാൻ യൂട്യൂബിലെ ഷോർട്സിനകത്ത് നല്ല വൃത്തിയായിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫോൺ തിരിഞ്ഞു പോയത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അയ്യോടാ, അതെ അവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിള്ളേരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർക്കൊക്കെ ഇത് അതിശയമായിരുന്നു. വെള്ളത്തിനകത്തൊരു പുള്ളിക്കാരി ഇങ്ങനെ കിടക്കുന്നത് പിള്ളേർക്ക് മനസ്സിലാവില്ലല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. നയാഗ്ര വെള്ളച്ചാട്ടം എന്നും പറഞ്ഞിട്ട് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ഞാനും എൻ്റെ 4 ജനറേഷൻ, എൻ്റെ കൊച്ച്, ഞാൻ, അമ്മയുടെ അമ്മ, ഞങ്ങൾ 4 പേരിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. കുറേ ഷോപ്പുണ്ട് കേട്ടോ അതിനകത്ത്. ഷോപ്പിനൊക്കെ കുറച്ച് കത്തി റേറ്റ് ഉണ്ട്, അത്യാവശ്യം കത്തിയാണ്. പിന്നെ മൊത്തം റൈഡുകളാണ്, അതിനെല്ലാം സെപ്പറേറ്റ് ചാർജാണ്. ഇപ്പോൾ കൊച്ചു കയറിയേക്കണതിന് ആൾക്ക് 50 വെച്ചിട്ട്, പിന്നെ 100, അങ്ങനെ ഓരോന്നിനും ഓരോ ചാർജ്. കുറേ ഷോപ്പുകളുണ്ട്, കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനുണ്ട്. പിന്നെ അതിനൊക്കെ കുറച്ച് കത്തിയാണ്. എന്താണേലും എല്ലാവരും ഒന്ന് പോയി ഇരിക്കേണ്ട സംഭവമാട്ടോ ഇത്, സമ്മർ ഫെസ്റ്റ്. വേറെ ഫെസ്റ്റ് ഒന്നും വരാറില്ലല്ലോ. ഇതിനു മുമ്പ് വന്നത് സർക്കസ് ആയിരുന്നു ഇതേ ഗ്രൗണ്ടിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി എൻജോയ് ചെയ്യൂ. കുറച്ച് പിള്ളേർക്കൊക്കെ വെക്കേഷൻ ടൈമിൽ ഭയങ്കര ഹാപ്പി ആവട്ടെ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.